ആ ഫോണും പോയി, പഴയ നമ്പരും പോയി. നമ്പർ പോയിട്ടൊന്നുമില്ല. അതിലേക്ക് വിളിച്ചാ റിങ് ചെയ്യുന്നുണ്ട്. അത് വല്ല എററും ആയിരിക്കും. എന്റെ പുതിയ നമ്പറിൽ നിന്ന് പ്രതാപേട്ടനൊന്ന് വിളിച്ചാലോ? സത്യം പ്രതാപേട്ടനും അറിയണ്ടേ? ഇങ്ങനെ ഒരു ചതിയിൽ പെടാതിരിക്കാനുള്ള ഉത്തരവാദിത്വം ഞാനും കാണിക്കണമല്ലോ. വിളിച്ചേക്കാം. ഋതുമോളോ രാജു ആയിരിക്കാം. ഹലോ അമ്മേ, ഞാന്. ആ പറയൂ മോളെ. പ്രശ്നം അങ്ങനെ തന്നെ നിൽക്കുകയാണല്ലോ അമ്മ. അതെ, എന്താ ഇപ്പൊ ചെയ്യാ? നീ രാജുവിനോട് പറഞ്ഞു അവള് മുങ്ങിയ കാര്യം? പറഞ്ഞു അമ്മേ. അവൾ അംബികയുടെ കസ്റ്റഡിയിലായിരിക്കും. പെങ്ങളെ അന്ധമായിട്ട് വിശ്വസിക്കുന്ന ആങ്ങളല്ലേ? അനുഭവിക്കട്ടെ. അമ്മ അങ്ങനെ പറഞ്ഞ അമ്മ, അച്ഛൻ വരുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. ആരായിരുന്നു ഫോണില്? വീട്ടിൽ നിന്ന് അമ്മയാ. അമ്മയോ? അത് രാധമ്മ അച്ഛ. ഓ, പിന്നെ വിളിക്കുന്നുണ്ട്. ഞാനൊന്ന് പാർട്ടി ഓഫീസിൽ പോയിട്ടാ. രാധമ്മ. ഹലോ. മോളെ, പെട്ടെന്ന് ഇവിടെ വരെ ഒന്ന് വരാമോ? പിന്നെ തനിച്ച് വന്നാ മതി. പിന്നെന്താ, ഞാൻ വരാലോ. രാജു, ഞാനൊന്ന് വീട് വരെ പോയിട്ട് പെട്ടെന്ന് വരാം. രാധമ്മയ്ക്ക് എന്തോ ഒരു കാര്യമുണ്ടെന്ന്. ഞാനും വരാം. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ചെന്നാ മതി എന്നാ പറഞ്ഞത്. ഞാൻ പോയിട്ട് വരാം. ശരി. എന്താ രാധമ്മേ? മോളെ, ഹരീഷും ശ്രീലക്ഷ്മിയും തമ്മിലുള്ള പ്രശ്നം ഇനി ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. ആരെങ്കിലും ഇതിലിടപെട്ടേ പറ്റൂ. ഹരീഷിനോട് സംസാരിക്കാൻ മോളെന്ന് രാധമ്മയുടെ കൂടെ വരൂ. പിന്നെന്താ, ഞാൻ വരാം. നമുക്ക് സംസാരിക്കാം. ഇത് പരിഹരിക്കണമല്ലോ. പക്ഷേ ആ രുക്മിണി എങ്ങനെ പെരുമാറുന്നറിയില്ല. എങ്ങനെ പെരുമാറിക്കോട്ടെ, നമുക്ക് നോക്കാം. രാധമ്മ വാ. മരുമോളെം കൂട്ടി വീട് കയറി തല്ലാൻ വന്നതാണോ? തല്ലാനും കൊല്ലാനുള്ള അവസരം ഉണ്ടാക്കി തന്നത് ഞാനാണല്ലോ. കാര്യം മനുഷ്യര് തമ്മില് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. എന്നാലും അവരെ കൊണ്ട് രുക്മിണിയെ തല്ലിച്ചത് ഒട്ടും ശരിയായില്ല രാധമ്മേ. രുക്മിണിയെ തല്ലാൻ ഞങ്ങൾ ആരും അവരോട് പറഞ്ഞിട്ടില്ല. ആന്റിയെ തല്ലിയത് ഞങ്ങൾ പിന്നീട് അറിഞ്ഞത്. അതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. ഞങ്ങള് മാപ്പ് ചോദിക്കുന്നു. മതി നിങ്ങളുടെ മാപ്പ്.